പ്രിയപ്പെട്ട മക്കളെ, എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പം ഇനി നമുക്ക് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നമുക്കിനിക്ക് എന്തൊക്കെയാണ് ഒരു എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് കേൾക്കണം. നിങ്ങൾക്കത് എന്തൊക്കെയാണോ കിട്ടിയതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഗംഭീരമായിട്ടുള്ളൊരു എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ നമ്മുടെ ഒരു ലൈവ് വീഡിയോയിൽ പറഞ്ഞു 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം ആയിട്ട് ലഭിക്കും അല്ലേ. അപ്പോൾ ആ ഒരു 15 മിനിറ്റിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു പാറ്റേണൊക്കെ കഴിഞ്ഞ ക്ലാസ് പരിചയപ്പെട്ടല്ലോ ഇല്ലേ? പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ആ ഒരു കൂൾ ഓഫ് ടൈമിൽ ഇങ്ങനെ ഒന്ന് കൂളൊക്കെ ആയിട്ട് ഇരിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൂളായിട്ട് ഓരോ ചോദ്യങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും കൈ കിട്ടുമല്ലോ മക്കളെ. അപ്പോൾ എന്ത് ചെയ്യുക, ആ പേപ്പർ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് വായിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക. പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മളൊരു 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ആ ചോദ്യങ്ങൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ നമ്മളൊരു തയ്യാറെടുപ്പ് നമ്മളെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു 1.5 മണിക്കൂറിൻ്റെ എക്സാം നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പഹല 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഹേ. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ഈ സമയം പ്രശ്നോं का वाचन करे और उत्तर लिखने की तैयारी करे. അപ്പോൾ ഈ ഒരു 15 മിനിറ്റ് മക്കളെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഓരോ ചോദ്യങ്ങൾ നമ്മൾ വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചോദ്യങ്ങളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ നമ്മൾ അടുത്തൊരു സെഷനിലോട്ട് കിടക്കാം. പക്ഷി और दीमक कहानी का यह अंश पढ़े और 5 से 6 तक के प्रश्न അല്ലെങ്കിൽ 6 तक के उत्तर लिखे. ഓക്കെ, അപ്പോൾ പക്ഷി और दीमक എന്ന് പറയുന്ന കഹാനിയുടെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മൾ എന്തായാലും നമുക്ക് സൂചന തരും. സൂചനയ്ക്കകത്ത് ചാപ്റ്ററിൻ്റെ പേരും അതെന്താണ്, ഇതാണ് നമ്മുടെ പാട് അല്ലേ. പാടും പ്രോക്തിയും നമുക്ക് നമ്മുടെ കയ്യിൽ തരും. ഇനി രചയിതാവും കൂടെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ ഓക്കെ, സംഗതി റെഡിയായി. പക്ഷി और दीमक कहानी का यह अंश पढ़े और 5. അപ്പോൾ നമ്മുടെ 5 മുതൽ 6 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം. അപ്പം ഇവിടെ നമുക്ക് ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ഗാഡി വാലേ കോ പക്ഷി കി ബാത്ത് സമജ് മേ നഹി ആയി. കാളവണ്ടിക്കാരന് പക്ഷി പറഞ്ഞത് മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്ന കഹ. അദ്ദേഹം ഇത്രയേ പറഞ്ഞുള്ളൂ. തോമേ ക്യാ കരു. നമ്മുടെ പക്ഷി കാളവണ്ടിക്കാരനോട് നമ്മുടെ ആ ഒരു കഹാനിയുടെ അവസാനം പറയുന്നുണ്ട്, കാളവണ്ടിക്കാരാ, ഞാൻ എത്ര സമയമായി നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാലേ, അവസാനം ഇങ്ങനെ ഇറച്ചി കഷ്ണം പോലും മാത്രം ആയപ്പോഴാണ് മനസ്സിലായത് തനിക്ക് പറക്കാൻ എന്ത് വേണം, ചിറക് വേണം. ഉള്ള തൂവലെല്ലാം പറിച്ചിട്ട് ആർക്ക് കൊടുത്തു? കാളവണ്ടിക്കാരന് കൊടുത്തു. കാളവണ്ടിക്കാരൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വളരെ അടിപൊളിയായിട്ട് 2 ചിതലിനെ വാങ്ങി കഴിച്ച് അവസാനം നമ്മുടെ പക്ഷിക്കൊരു തിരിച്ചറിവ് വരിക. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്നീട് ഭൂമിയിൽ നിന്നും ജമീൻ പർ അല്ലെ ദീമകോം കോ ഗോസ്തേ, അങ്ങനെ ഭൂമിയിൽ നിന്നും ചിതലുകളെ എന്ത് ചെയ്യാണ്, ശേഖരിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് ആ ചിതലുകളെ ഇങ്ങനെ കൂമ്പാരാക്കി വെച്ചതിൻ്റെ ശേഷം നമ്മുടെ കാളവണ്ടിക്കാരൻ ഇങ്ങനെ അന്വേഷിച്ച് ആ സിറ്റുവേഷൻ അവിടെ പറഞ്ഞു നോക്കളെ. ये मेरी दीमक ले लो और मेरे पंग मुझे वापस कर दो. ഒരു കാര്യം ചെയ്യൂ കാളവണ്ടിക്കാരാ, നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ മേടിച്ചിട്ടുള്ള എല്ലാ ചിതലിനെയും ഞാൻ തിരിച്ചു തരാം. നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ നിന്നും മേടിച്ച എൻ്റെ ഓരോ തൂവലുകളും മുझे वापस कर दो. എന്താ വാപ്പസ് എന്ന് പറഞ്ഞാൽ?
റിട്ടേൺ തിരികെ അല്ലേ, എനിക്കത് തിരിച്ചു തരണം. പക്ഷിനെ ജവാബ് ദിയ, പക്ഷി മറുപടി പറഞ്ഞു. ഗാഡിവാല ടട്ടാക്കർ ഹാസ് പടാ, കാളവണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. ഉസ്നെ കഹ, അദ്ദേഹം പറഞ്ഞു. ബേഫൂഫ് മേം ദീമക് കെ ബദലെ പങ്ക് ലേത്താ ഹും, പങ്ക് കെ ബദലെ ദീമക് നഹി. ഞാൻ വിഡി, ഞാൻ എന്താ ചെയ്യാം, ചിതലിനെ, അതായത് തൂവലിന് പകരം ചിതലിനെ മാത്രമേ കൊടുക്കൂ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യില്ല, തൂവല് തിരിച്ചു കൊടുത്തിട്ട് ചിതലിനെ തിരിച്ചു മേടിക്കില്ല എന്നാ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് അവിടെയുള്ളത്. എന്നിട്ട് 5ാമത്തെ ചോദ്യം ഇതാണ്. യഹാം ഗാഡി വാല ക്യോം ടടാക്കർ ഹാസ് പടാ, കാളവണ്ടിക്കാരൻ എന്തുകൊണ്ടാണ് ചിരിച്ചത്, അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ചിരിച്ചത്. ക്യോ എന്ന് പറഞ്ഞാൽ എന്തിന്, എന്തുകൊണ്ട് എന്നാണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വേർഡുകൾ നോട്ട് ചെയ്യണേ. ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിന്. അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്യോം കി പക്ഷി മൂർഖത, പക്ഷി വിഡ്ഢിയായതുകൊണ്ട്. ക്യോം കി പക്ഷി ചലാക്ക് ഥ, നമ്മുടെ പക്ഷി സമർത്ഥനായതുകൊണ്ട്. ക്യോം കി പക്ഷി വിദ്വാൻ ഥ, പക്ഷി വളരെയധികം അറിവുള്ള ആളായതുകൊണ്ട്. ക്യോം കി പക്ഷി ക്രോധി ഥ, ക്രോധി എന്ന് പറഞ്ഞാൽ എന്താ, കോപം എന്നാ, പക്ഷിക്ക് കോപമായതുകൊണ്ട്. ഒന്നും നോക്കണ്ട, നമുക്ക് ഉത്തരം റെഡിയാണ്. പക്ഷി വളരെ എന്ത്, വിഡ്ഢി ആയതുകൊണ്ടാണ് അല്ലേ. ബേഫൂഫ് എന്ന് പറഞ്ഞ വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബേഫൂഫ് എന്നതിന് പകരമാണ് മൂർഖ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ സമാനാർത്ഥ പദമാണ് നേരത്തെ പറഞ്ഞത്. ഇനി 6ാമത്തെ ചോദ്യം നോക്കിയേ മക്കളെ. कहानी के इस अंश के आधार पर पटकथा का एक दृश्य लिखे. 100% ഗ്യാരണ്ടി നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഡിസ്കസ് ചെയ്ത പോലെയാണ് മക്കളെ. പടുക്കഥ നമ്മളോട് ചോദിക്കും. പടുക്കഥ എന്ന് പറഞ്ഞാൽ എന്താ, തിരക്കഥ. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് നമ്മുടെ പടുക്കഥയുടെ ഫോമാറ്റ് അറിയാത്ത പ്രശ്നമുണ്ട്? ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം, കാരണം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും മറക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ പടുക്കഥയുടെ ഫോമാറ്റ് എന്താ, നമ്മളങ്ങനെ ബോർഡർ വരയ്ക്കുന്നു, നേരെ കറക്റ്റ് സെൻട്രലായിട്ട് നമ്മൾ സീന് കൊടുക്കുന്നു. പിന്നെ എന്താ ഉണ്ടാവും മക്കളെ, സ്ഥാൻ, സമയ്, പാത്ര, ഉമ്ര, വേഷഭൂഷ, ഘടന, സംവാദ്. എന്തായാലും നമുക്കറിയാലോ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാലോ. ആ കഥാപാത്രങ്ങളുടെ വയസ്സും വേഷവിധാനവും ഒക്കെ നമ്മൾ കൊടുത്തു. അവിടെ ഉണ്ടാവും, അവിടുത്തെ ഘടന മീൻസ് ഇൻസിഡൻ്റ് എന്നാ അല്ലേ, ആ ഇൻസിഡൻ്റ് നമ്മൾ നോട്ട് ചെയ്തു. പിന്നെ നമുക്ക് സംവാദം എന്തായാലും എഴുതണം. അപ്പോൾ ഒരൊറ്റ ചെറിയൊരു ഐഡിയ പ്രയോഗിച്ചാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സൂചന ഉണ്ടല്ലോ, ഈ മുകളിലെ സൂചന. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷി ഓർ ദീമക് എന്ന് പറയും. ഇതൊരു മോഡലായിട്ടാണ് പറയുന്നത്. നമുക്ക് മിക്കവാറും നങ്കേ പേരെന്നും മേരി മമതമയി മാം എന്നൊക്കെ പറയുന്ന ചാപ്റ്ററിൽ നിന്നൊക്കെ പടുക്കഥ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷിയും കാളവണ്ടിക്കാരനുമാണല്ലോ കഥാപാത്രങ്ങളിലെ, ആണല്ലോ മക്കളെ. അപ്പോൾ എന്ത് ചെയ്യാം, അവർ തമ്മിലിവിടെ നടത്തിയിട്ടുള്ള സംഭാഷണം ഓൾറെഡി ഇതിനകത്ത് കുറച്ചെണ്ണം ഉണ്ട്. തോമേ ക്യാ കരു, ഇത് പറഞ്ഞത് നമ്മുടെ ഗാഡിവാലയാണ് അല്ലേ. പിന്നെ ഏ മേരെ ദീമക് ലേ ലോ ഓർ മേരെ പങ്ക് മുझे വാപ്പസ് ദോ, ഇത് ആര് പറഞ്ഞതാ, പക്ഷി പറഞ്ഞതാണ്. ഇനി ഗാഡിവാല ടടാക്കർ പട ഉസ്നെ കഹ, ഇതും നമ്മുടെ കാളവണ്ടിക്കാരൻ പറഞ്ഞതാണ്. അപ്പോൾ ഗാഡിവാല പറഞ്ഞ 2 എണ്ണം നമുക്ക് കിട്ടി, പക്ഷി പറഞ്ഞ 1 കിട്ടി. ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷി പറഞ്ഞതായിട്ട് വേണമെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇതുപോലെ വാർത്താലാബ് അല്ലെങ്കിൽ ബാധിച്ചതിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പടുക്കഥയുടെ ചോദ്യമോ വന്നു കഴിഞ്ഞാൽ അവിടെ സംവാദം നമ്മൾ നോട്ട് ചെയ്യണം, കോൺവെർസേഷൻ ഉണ്ടാവും. അപ്പോൾ മിക്കവാറും ഈ സൂചനക്കകത്ത് ഈ കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചോദ്യം കൂടെ അപ്പോൾ പടുക്കഥയാവുമ്പോൾ ആ പടുക്കഥയുടെ ഫോമാറ്റ് വെച്ച് നിങ്ങൾ എഴുതണം. പിന്നെ ഇവിടെ അഥവാ ഒരു ഓർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. नीचे दिए सूचनाओं के आधार पर गाड़ी नौजवान पक्षी की चरित्रगत विशेषताओं पर टिप्पणी लिखे. പ്രത്യേകം നോട്ട് ചെയ്യുക,
നമുക്ക് ചരിത്രഗതി വിശേഷത അല്ലെങ്കിൽ ചരിത്രപര ടിപ്പണി. എന്താ ചരിത്രപര ടിപ്പണി? ക്യാരക്ടറിനെ കുറിച്ച് എഴുതാം അല്ലേ? ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇവിടെ നൗസവാൻ പക്ഷിയുടെ ക്യാരക്ടർ സ്കെച്ചാ ചോദിച്ച്. ഇതുപോലെ നമുക്ക് ബേബി ചോദിക്കാം, നമുക്ക് ആര് ചോദിക്കാം? പോസ്റ്റ്മാൻ ചോദിക്കാം, പിന്നെ നമുക്ക് ആര് ചോദിക്കാം? ഗാന്ധിജി ചോദിക്കാം, പിന്നെ നമുക്ക് മിർസ ഗാലിബ് ആവാം, പിന്നെ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ അല്ലേ മക്കളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, അവരെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ചരിത്രപര ടിപ്പണി വരുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക? അത് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ഇവിടെ 1, 2, 3, 4 ഓപ്ഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ആരെക്കുറിച്ചാണെന്നറിയോ? നൗസവാൻ പക്ഷിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതാൻ മതി? ആദ്യം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കഥാപാത്രം ഏത് ചാപ്റ്ററിലെ ഏത് സാഹിത്യകാരൻ്റെ രചനയാണ് എന്ന് നമ്മൾ നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം നൗസവാൻ പക്ഷി എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററാണ് നമുക്കറിയാം, പക്ഷി ഓർ ദീമക്. അപ്പോൾ പക്ഷി ഓർ ദീമക് കഹാനി എഴുതിയതാരാ? മുക്തിബോധ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മുക്തിബോധ് की പക്ഷി ഓർ ദീമക് കഹാനി का मुख्य पात्र है ആര്? നൗസവാൻ പക്ഷി. ഇനി നൗസവാൻ പക്ഷിയെക്കുറിച്ച് വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ഈ തന്നിരിക്കുന്ന 4 സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യാം? 4 ഓപ്ഷനുകൾ അലസതാപൂർവക കാര്യ കർണേവാല, വളരെ അലസമായി കാര്യങ്ങൾ ചെയ്തിരുന്നു. താൽക്കാലിക ലാഭ കേലിയെ അസ്തിത്വ നഷ്ട കർത്തേ, താൽക്കാലിക ലാഭത്തിന് വേണ്ടി സ്വന്തമായിട്ടുള്ളതിനെയൊക്കെ നഷ്ടപ്പെടുത്തി. ബഡോം കി ബാത്തോം കോ നഹീ മാനനെ വാല, അച്ഛൻ വിളിച്ചു പറഞ്ഞു മോളെ വേണ്ട അല്ലേ? യുവാവായ പക്ഷിയോട് അച്ഛൻ പറഞ്ഞു, ഈ ദീമക് എന്ന് പറയുന്നത് എന്തല്ല? ദീമക് ഹമാര സ്വാഭാവിക ആഹാർ നഹി ഹേ. ദീമക് എന്ന് പറയുന്നത് നമ്മുടെ എന്തല്ല? സ്വാഭാവികമായ ആഹാരമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എവിടെ? പക്ഷിക്ക് അതൊക്കെ ഓർമ്മയുണ്ടേ. അപ്പിനി ഗലത്തിയോം പർ സഫായി കോച്ചിനെ വാലേ, തൻ്റെ തെറ്റിനെ ന്യായീകരിക്കാൻ പക്ഷി മിടുക്കനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ യുവാവായ പക്ഷിയുടെ എന്താണ് പ്രത്യേകതകളാണ്. അപ്പം നിങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യാം? സെൻറ്റൻസ് ആക്കി മാറ്റും. സെറ്റ്. നൗസവാൻ പക്ഷി അലസതാപൂർവ്വ കാര്യ കർണേവാല ഹേ, അങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കി മാറ്റിയാൽ മതി. സെറ്റാണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഇപ്പം പടുക്കഥ, അതുപോലെ ചരിത്രഗത വിശേഷത, കവിത കാശി. ഇനി നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു? അടുത്തൊരു ചാപ്റ്ററിലേക്ക്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പറയട്ടെ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്തത് ജിസ് ഗലി മേ രഹ്താ ഹും പാട് കാ അംശ പടേ ഓർ 7 से 9 तक के प्रश्न के उत्तर लिखे എന്ന് പറഞ്ഞാൽ ജിസ് ഗലി മേ രഹ്താ ഹും എന്ന പാഠഭാഗത്തിൻ്റെ ഭാഗം വായിച്ച് 7 മുതൽ 9 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ അവിടെയും ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ഉനോനെ ഗരീബോം കെ ഗർഭി ജലാ ദിയേ, അവർ പാവപ്പെട്ടവരുടെ വീട് കത്തിച്ചു. ഗോരെ കെ ടർ സേ ദില്ലി വാലോ മേ ഭഗ്ദട് മച്ച് ഗയി, വെള്ളക്കാരെ പേടിച്ച്, ബ്രിട്ടീഷുകാരെ പേടിച്ച് ഡൽഹിക്കാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഭഗ്ദട് മച്ച് ഗയി എന്ന് പറഞ്ഞാൽ പരക്കം പാച്ചിൽ ആരംഭിച്ചു. അപ്നി ജാൻ ബചാക്കർ വേ ഭാഗ് നികലെ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ നിന്ന് എന്ത് ചെയ്യും? ഓടിപ്പോയി. റെഡി? അങ്ങനെയെങ്കിൽ 7ാമതായിട്ട് ചോദിച്ചൊരു ചോദ്യം നോക്കിയ മക്കളെ. ചിരാഗ് അലിക്ക് ചരിത്രക്ക് വിശേഷതാവും ചുൻകർ ലിഖേ, ചിരാഗ് അലിയുടെ ക്യാരക്ടറിനെ കുറിച്ചൊരു
സൂചന കൊടുത്തിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാൻ. അപ്പോൾ 1 മാർക്ക് ചോദ്യമാണ്. ആലസി വ്യക്തി, ചിരാഗലിയെ അറിയാലോ അല്ലേ? ആ ഒരു ജിസ്ഗലിമേ മേരഹത്താഹും പാഠഭാഗത്ത് ഇങ്ങനെ റോഡ് നനച്ചു കൊടുത്തുന്ന തുകൽ പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് റോഡ് നനച്ചു കൊടുത്തിരുന്ന ഒരു വ്യക്തി ഓർമ്മയുണ്ടല്ലോ. ആ സമയത്താണ് ഇംഗ്ലീഷ് ഓഫീസറായ ഹഡ്സൺ സാഹിബ് വന്നു. പക്ഷേ ഹഡ്സൺ സാഹിബിനെ ആര് മെയിൻറ്റെയിൻ ചെയ്തില്ല? ചിരാഗലി മെയിൻറ്റെയിൻ ചെയ്തില്ല. ഈ ദേഷ്യം കൊണ്ട് അദ്ദേഹം എന്താ ചെയ്ത്? ചിരാഗലിയുടെ വയറ് കീറി മുറിച്ചു. ഓർമ്മയുണ്ടോ? ആ ഭാഗത്തിൻ്റെ ചോദ്യം അവിടെ പറഞ്ഞു. എന്നിട്ട് സാദാ ആദ്മി, വളരെ സാധാരണക്കാരനായൊരു വ്യക്തിയായിരുന്നു. ഗുസ്സേവാല, ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു. എല്ലാവർക്കും അറിയാം ഉത്തരം ഏതാ? സാദാ ആദ്മി അല്ലേ? ഒരു സാധാരണ പാവപ്പെട്ടൊരു വ്യക്തിയായിരുന്നില്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ദില്ലി വാലോ മേ ക്യോം ഭഗ്ദഡ് മച്ച് ഗയി? ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും അതിലെ ചോദ്യോചിഹ്നം നമ്മൾ നോട്ട് ചെയ്യാം. ദില്ലി വാലോ മേ, ഡൽഹിക്കാർ എന്തുകൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടത്? ഡൽഹിക്കാർ എന്തുകൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടെ? അറിയാലോ. ആരെ പേടിച്ച്? ഡൽഹിക്കാർ ആരെയെ പേടിച്ച്? ഗോരോം കെ ടർ സേ ദില്ലി വാലോം ഭഗ്ദഡ് ബച്ച് ഗയി. ഇതാണ് അതിൻ്റെ ഉത്തരം. ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ പേടിച്ച് ഡൽഹിക്കാർ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇനി 9ാമത്തെ ചോദ്യം എന്താ മക്കളെ? സങ്കേതോം കി സഹായത സേ രപ്പട്ട് തയ്യാർ കരേ. ഒന്ന് പറഞ്ഞടാ, എന്താ രപ്പട്ട് എന്ന് പറഞ്ഞാൽ? എന്താ രപ്പട്ട് എന്ന് പറഞ്ഞാൽ? ഒന്ന് പറയടോ, എന്താ രപ്പട്ട് എന്ന് പറഞ്ഞാൽ? രപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. പത്രവാർത്ത. സങ്കേതോം കി സഹായത സേ രപ്പട്ട് തയ്യാർ കരേ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ. ഇനി സമാചാർ പത്ര എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സമാചാർ എന്ന് പറഞ്ഞാലും എന്താണ്? പത്രവാർത്തയാണ്. ഓക്കെ. ഇനി അതിന് കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ആഗ് ലഗാനെ സേ ഗരോം കാ നാശ്, ലോഗോം കി ഭഗ്ദഡ്, ദില്ലി മേ അംഗ്രേസോം കാ അത്യാചാർ, ജാൻ ബജാക്കർ ഭാഗ് നികാലെ. ഒരു പ്രശ്നവുമില്ല. ഇതിലൊക്കെ എന്ത് കൺഫ്യൂഷൻ? നേരെ നോക്കുന്നു, ഇതിലെ ഓപ്ഷനുകളായിട്ടുള്ള നമ്മളുടെ ഈ ഒരു സൂചനകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യാം. നിങ്ങൾ എഴുതാൻ പോകുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ റിപ്പോർട്ടിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കണ്ട സെൻറ്റൻസുകളും കൂടെ ആഡ് ചെയ്യാമെന്ന് മാത്രമുള്ള ഒരു സിമ്പിളായിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾ ചെയ്യാം. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ നമ്മൾ 9 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തു. ഇതിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വന്നു അല്ലേ, ചരിത്രഗത വിശേഷതായം വന്നു, പിന്നെ ആശയം വന്നു, കൂടാതെ എന്ത് നമ്മുടെ നെക്സ്റ്റ് വൺ നമ്മൾ യുവാവായ പക്ഷിയുടെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞു, പടുക്കഥ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു 9 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് എത്ര ചോദ്യങ്ങളുടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോമാറ്റ് നമ്മളിങ്ങനെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ വരണം. ഡയറി എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ പടുക്കഥ എന്ന് വരുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫോമാറ്റ് നിങ്ങൾ സ്പോട്ടിൽ അങ്ങോട്ട് അടിപൊളിയാക്കണം. നേരെ എടുക്കുന്നു, പേപ്പർ എടുക്കുന്നു, ബോർഡർ വരയ്ക്കുന്നു, എഴുതുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. സെറ്റാണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, ഗാന്ധിജി കൈസേ ബനെ, ലേഖക യഹ് അംശ് പഠേ ഓർ 10 से 11 തക്ക് की ഉത്തറിലേക്ക്. അതായത് ഗാന്ധിജി കൈസേ ബനെ എന്ന് പറയുന്ന നമ്മുടെ ഒരു ലേഖനമുണ്ട് അല്ലേ, ആ ലേഖനത്തിലെ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഗാന്ധിജിക്ക് യഹ് സോച്ച് थी कि जब आपके देश के अधिकांश लोग गरीब हो. ഗാന്ധിജി ഇങ്ങനെ ചിന്തിച്ചു, തൻ്റെ രാജ്യത്തുള്ള അധികം ആളുകളും ആരാണ്? പാവപ്പെട്ടവരാ അല്ലേ? തൻ്റെ രാജ്യത്തുള്ള അധികം ആളുകളും പാവപ്പെട്ടവരാണ്.
तो आपके ഫിസുൽ ഗർസി ഓർ ദിഗവ നഹീ കർന ചാഹിയെ. അതുകൊണ്ട് അവരുടെ മുന്നിൽ താൻ എന്ത് ചെയ്യാൻ പാടില്ല? ധാരാളിത്തവും ആഡംബരവും ധൂർത്തൊന്നും കാണിക്കാൻ പാടില്ല. അഗർ ആപ്പ് സച്മുച്ച് ആപ്കെ ദേശ് ഓർ ദേശവാസിയും സെ പ്യാർ കർത്തെ ഹോ. താൻ തൻ്റെ രാജ്യത്തെയും തൻ്റെ രാജ്യത്തിലുള്ള മനുഷ്യർ ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആപ്കോ കം സെ കം കാം ചലനാ ചാഹിയേ ഓർ സാദഗി കാ മഹത്വ സമജ് ചാഹിയേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ കയ്യിലൊരു പെൻസിലുണ്ടായിരുന്നു. ആ പെൻസിൽ ചെറുതായി വന്നപ്പോൾ എന്ത് ചെയ്തു? കടലാസ് ഉപയോഗിച്ച് കടലാസ് ഇങ്ങനെ ചുരുട്ടിയിട്ട് ആ പെൻസിലിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ചരടിട്ട് ഇങ്ങനെ കെട്ടി. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്ത്? ഗാന്ധിജിക്ക് എന്തോ അല്ലേ ശരിയായ ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അവിടെ ഗാന്ധിജി വിചാരിച്ചത് എന്തായിരുന്നു? താൻ ആഡംബരമൊക്കെ നിർത്തി തൻ്റെ നാട്ടിലെ ആളുകൾക്ക് വളരെ സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ള പറഞ്ഞൊരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പാരഗ്രാഫ് തന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. 10th ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോഷ്ടക സെ ഉചിത് വാക്യ ചുൻകർ വാക്യ പിരമിഡ് കി പൂർത്തി കരെ. അതായത് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഉചിതമായ വാക്യം തിരഞ്ഞെടുത്ത്, കോഷ്ടക് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് എന്ന ഇതാണ്. ഉചിത് വാക്യ ചുൻകർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക. ഉചിതമായ വാക്യം തിരഞ്ഞെടുത്ത് വാക്യ പിരമിഡ് കി പൂർത്തി കരെ. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാപ്പാടും അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം. അതായത് നമ്മുടെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തരൂലേ, ആ ക്വസ്റ്റ്യൻസ് പെട്ടൊരു ക്വസ്റ്റ്യനാണ് എന്ത്? വാക്യ പിരമിഡ് പൂർത്തി കരെ. ഇവിടെ ഗാന്ധിജിക്ക് കൊടുത്തിട്ടുണ്ട്, ബച്പൻ മേ കൊടുത്തിട്ടുണ്ട്. ടർ ലഗത്താ ഹേ അന്ധേരെ സെ ടർ ലഗത്താ ഹേ. പേടി തോന്നുന്നു, അന്ധേരെ സെ ടർ ലഗത്താ ഹേ. ഇരുട്ടിനെ പേടി തോന്നിയിരുന്നു. ഇനി ഇവിടെ ഗാന്ധിജിക്കോ ഉണ്ട്, ബച്പൻമേയും ഉണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ ഈ രണ്ട് വേർഡ്സുകൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ടർ ലഗത്താ ഹേ ഓക്കെ, ഇവിടെ അന്ധേരേസിന്ന് ആഡ് ചെയ്തു അല്ലേ, അന്ധേരേസിന്ന് ആഡ് ചെയ്തു. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് എന്ത് വേണം? 1, 2, 3 വരുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വരണം. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഗാന്ധിജിക്കോ അന്ധേരെ സെ ടർ ലഗത്താ ഹേ. ഗാന്ധിജിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. അപ്പോൾ നമ്മൾ 3rd one ഓപ്ഷൻ എഴുതി. ഗാന്ധിജിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബച്പൻ മേ ഗാന്ധിജിക്കോ അന്ധേരെ സെ ടർ ലഗത്താ ഹേ. കുട്ടിക്കാലത്ത് നമ്മുടെ ഗാന്ധിജിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. അപ്പോൾ നമ്മൾ അതും ആഡ് ചെയ്തു. ഓക്കെ സെറ്റ്. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. ഓക്കെ റെഡിയാണല്ലോ? അപ്പം അങ്ങനെ നമ്മുടെ എന്ത് ചെയ്തു? പിരമിഡിൻ്റെ ചോദ്യം പഠിച്ചു. ഇനി നേരെ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇവിടെയും എന്തുണ്ട്? നമുക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, വായിക്കട്ടെ. സാദഗി കാ മഹത്വ് വിഷയ പർ ലേഖ് ലിഖി. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്, ലേഖനം തയ്യാറാക്കുക. ഇവിടെയും എന്ത് കൊടുത്തിട്ടുണ്ട് മക്കളെ? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ലേഖനത്തിൽ ഉൾപ്പെടേണ്ട കുറച്ച് വേർഡ്സുകളാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വേർഡ്സുകൾ കൃത്യമായിട്ട് വായിക്കുക. സാധാ ജീവൻ, സാധാരണ ജീവിതം. ഫിസുൽ ഗർസ് പർ നിയന്ത്രൺ, ആഡംബരത്തെ നിയന്ത്രിച്ചിരിക്കുന്നു. ദിഗാവ ചോടന, ധൂർത്തിനെ ഉപേക്ഷിച്ചിരുന്നു. സാധകിക ലാഭ്, ലാളിത്യവും നന്മയൊക്കെ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സാധകിക മഹത്വ് വിഷയ പർ ലേഖ് ലിഖി, ഇങ്ങനൊരു ചോദ്യം നമുക്ക് വരും. ദെൻ നെക്സ്റ്റ് വൺ അഥവാ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. आपके स्कूल में हिंदी मंच की ओर से अक्टूबर 2 को गांधी जयंती मनाने वाली है, ये सूचना देते हुए पोस्टर तैयार करें.
ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കണ്ണോടിക്കുക. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മറച്ചു നോക്കുന്ന സമയത്ത് പിരമിഡ് ക്വസ്റ്റ്യൻ ഉണ്ടോ, ഓക്കെ സെറ്റ്, സർവനാമം ഉണ്ടോ, ഓക്കെ റെഡി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നൊരു ചോദ്യമാണ് എന്ത്, പോസ്റ്റർ തയ്യാറാക്കുക എന്ന് പറയുന്നത്. ശരിയാണല്ലോ. അപ്പോൾ നമ്മുടെ പോസ്റ്ററിൻ്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് നോക്കിയേ, ഗാന്ധി ജയന്തി, ഡേ തന്നിട്ടുണ്ട്, സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. എന്താ സംഭവം, സ്കൂളിലെ അല്ലേ ഹിന്ദി മഞ്ചാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ഏത് തരം പോസ്റ്ററാണ്, കാര്യക്രം സംബന്ധി പോസ്റ്ററാണ്. എന്താ കാര്യക്രം സംബന്ധിയുടെ പ്രത്യേകത, കാര്യക്രം സംബന്ധിയുടെ പ്രത്യേകത എന്താടോ, അവിടെ എന്താ മക്കളെ വരിക, നമ്മൾ സ്കൂളിൽ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് ഹിന്ദി മഞ്ച് ഒരു പ്രോഗ്രാം നടത്തുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സബ്ജക്റ്റ് എന്താ, ഗാന്ധി ജയന്തി അല്ലേ. അപ്പോൾ നമ്മൾ ഗാന്ധി ജയന്തി എന്ന് കൊടുക്കുന്നു, ഗാന്ധി ജയന്തി എന്ന് കൊടുക്കുന്നു, ഡേ ഏതാണ് അത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യക്രം സംബന്ധി പോസ്റ്ററാണെങ്കിൽ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് അവിടെ ഒരു ശീർഷകം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ നെക്സ്റ്റ് വൺ സ്ഥാൻ, ഇത് എവിടെയാണ് നടക്കുന്നത്. സ്കൂളാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട എന്താ അറിയുക മക്കളെ, സ്കൂൾ സഭാഗ്രഹ്, എന്താ പറയുക, സ്കൂൾ സഭാഗ്രഹ്, അതായത് സ്കൂൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ സ്കൂളിലെ ഒരു വേദി. എന്നിട്ട് നമ്മൾ താരിഖ് കൊടുക്കുക. ഇപ്പം ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഗാന്ധി ജയന്തി ആണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, താരിഖ് കൊടുക്കുന്നു, പിന്നെ സമയം നമുക്ക് കൊടുക്കാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉദ്ഘാടൻ അല്ലേ. ഇത്തരത്തിലുള്ള പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ ഇനാഗ്രേഷൻ ഉണ്ടാവുമല്ലോ മക്കളെ. അപ്പോൾ നമ്മൾ ഉദ്ഘാടൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രധാന അധ്യാപകൻ എന്ന് കൊടുക്കാം, പ്രിൻസിപ്പാൾ എന്ന് കൊടുക്കാം. അവസാനം നമ്മൾ സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം അല്ലേ, വാം വെൽക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് അത് ഗംഭീരമായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ റെഡിയാണല്ലോ. അപ്പോൾ നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോവാണ്. ദീപ് ജലാവോ, ദീപ് ജലാവോ കവിത കെ ആധാർ പർ സഹി മിലാൻ കരി. ഞാൻ ഓരോ മോഡല് ഓരോ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയണേ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ പേര് കിട്ടി, കവിത കിട്ടി, നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ദീപ് ജലാവിൻ്റെ സഹി മിലാൻ കരി ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. ദംബ്, ചൽ, ഘൃണ, ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ചൽ, ഘൃണ, ദംബ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട് അല്ലേ. അഹങ്കാരം, വെറുപ്പ്, അതുപോലെ എന്തുണ്ടാവാൻ പാടില്ല, ചതിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഒരു വ്യക്തികളും തമ്മിൽ അഹങ്കാരവും ശത്രുതയും ഒന്നും ഉണ്ടാവും. അപ്പോൾ അഹങ്കാരം ഇവിടെയുണ്ട്, വെറുപ്പ് ഇവിടെയുണ്ട് അല്ലേ, ചതി എന്നുള്ളതും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോമാറ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇവിടെ കാ പോർഷനിൽ തന്നിരിക്കുന്നത് എന്താണോ അത് ഇതാണ് കായും ഖായും, എ പി. അതിൽ എ പോർഷൻ നമ്മൾ അതേപോലെ ബോക്സ് വരച്ചിട്ട് എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ റെഡിയാണല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബി പോർഷനിൽ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്യാം. സെറ്റ്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ അടുത്തൊരു സെഷനിലോട്ട് പോകുന്നു. നംഗേ പർ കഹാനി കാ അംശ് പഠേ ഓർ തേരെ സേ സോലെ തക്ക് കെ ഉത്തർ ലിഖേ. അവിടെ എന്താ പറഞ്ഞ്, നംഗേ പർ കഹാനിയുടെ ഭാഗം വായിച്ച് 13 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് നംഗേ പേരാന്ന് കിട്ടി, കഹാനിയാന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ വായിക്കുന്നു. യഹ് സുനിനെ സുനിനെ ബേബീനെ പോസ്റ്റ്മാൻ കെ ഹാത്ത് സെ ജൂത്തേ കാ ബണ്ടൽ ധമാ ദിയ. അങ്ങനെ പോസ്റ്റ്മാൻ്റെ അല്ലേ ആ ബണ്ടിൽ നമ്മുടെ ബേബി പോസ്റ്റ്മാനെ ഏൽപ്പിച്ചു. പിന്നെന്താ പറഞ്ഞ്, ആജ്രജ് സേ സഗ് പകാക്കർ ഉസ്നെ ബണ്ടൽ ഘോച്ച അല്ലേ. ആ ബണ്ടൽ ആ ആശ്ചര്യത്തോടു കൂടി നമ്മുടെ പോസ്റ്റ്മാൻ എന്ത് ചെയ്തോളൂ, ആ ബണ്ടിലേക്ക് നോക്കി. ഭീതറേക്ക് ജോഡി സുന്ദർ ജൂത്തേത്, അകത്ത് വളരെ മനോഹരമായ എന്തായിരുന്നു, ഒരു ചെരുപ്പായിരുന്നു. പോസ്റ്റ്മാനെ മൻഹിമൻ കഹൂഡ, പോസ്റ്റ്മാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു. ഇസി ബച്ചിനെ തോ മുझे നംഗേ പർ കോ ജൂത്തേ ദിയേ, ഈ കുട്ടി എനിക്ക് നഗ്നമായിട്ടുള്ളല്ലേ എൻ്റെ നഗ്നപാദം കണ്ടിട്ട് എനിക്ക് എന്ത് തന്നു, ചെരുപ്പ് തന്നു. ഉസ്കെ പൈർ നഹി ഹേ, ആ പെൺകുട്ടിക്ക് എന്തില്ല,
കാലില്ല. വോ മേ കൈസേ ദേ സകുക, എനിക്കിതെങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്ന് നമ്മുടെ പോസ്റ്റ്മാൻ അല്ലേ. ആ കഥയിൽ നല്ല അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഭയങ്കര. നമ്മുടെ പോസ്റ്റ്മാൻ ആ ചെരുപ്പ് സമ്മാനമായിട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് പോസ്റ്റ്മാൻ മനസ്സുകൊണ്ട് ഇപ്പം പറഞ്ഞ പോലെ ചിന്തിച്ചു. ഓക്കെ, റെഡി. അപ്പോൾ കഥ എല്ലാവർക്കും ഓക്കെ ആണല്ലോ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 13ാമത്തെ ചോദ്യം എന്താ? ഉസ്കെ മേ നിഹിത് സർവനാം ചുൻകർ ലിഖേ. ഉസ്കയുടെ സർവനാമം ഏതാണ്? ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. ഉസ്കയുടെ സർവനാമം എന്താടോ? വഹാണ് അല്ലേ? ഉസ്കയുടെ സർവനാമം വഹല്ലേ? ഓക്കെ അല്ലേ? യെസ്, റെഡി. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിങ്ങനെ സർവനാമം പഠിച്ചു, പിന്നെ നമ്മുടെ വാക്യ പിരമിഡ് പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ അടുക്കഥയെക്കുറിച്ച് പറഞ്ഞു, സഹി മിലാൻ കരയെ പറഞ്ഞു, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയണ്ട. നമുക്ക് ഓരോ കിട്ടിയ ചോദ്യത്തിനെയും ബേസ് ചെയ്ത് ഇനി എക്സാമിന് ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? മറന്നു പോവരുത്. ക്ലിയർ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. അങ്ങനെ 14ാമത്തെ ചോദ്യം. बेबी के मन में पोस्टमैन को जूते देने का विचार क्यों आया होगा? ബേബിയുടെ മനസ്സിൽ പോസ്റ്റ്മാൻ ചെരുപ്പിടാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? പൈറോം കി മസ്ബൂതി ദേഖ്നെ സെ, കാലിൻ്റെ ആ ഒരു ദൃഢത കണ്ടിട്ട്, തെറ്റ്. പൈറോം കി ഗോലായി ദേഖ്നെ സെ, കാലിൻ്റെ ആ വഴക്കം, ആ ഉരുണ്ട കാലുകൾ കണ്ടിട്ട്, തെറ്റ്. നങ്കേ പൈർ ദേഖ്നെ സെ, വേറെ ചിന്തിക്കാണ്ടോ? നഗ്നപാദം കണ്ടിട്ടല്ലേ ബേബി നമ്മുടെ പോസ്റ്റ്മാൻ എന്ത് ചെയ്തത്? ചെരുപ്പ് കൊണ്ടുപോയി കൊടുത്ത്. അല്ലേ മക്കളെ? ഓർമ്മയുണ്ടല്ലോ, മറന്നു പോയിട്ടില്ലല്ലോ? സെറ്റല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചോദ്യം ഓപ്ഷൻ നോക്കണമെന്നില്ല, എന്നാലൊരു മനസമാധാനത്തിന് നമുക്ക് പറയാം. ബച്ചോം കാ സാ ചെഹര ദേഖ്നെ സെ, കുട്ടികളെ പോലെയുള്ള ആ ഒരു മുഖം കണ്ടിട്ടാണ്. ഓക്കെ, റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ 15ാമത്തെ ചോദ്യം എന്താ വരിക? സുന്ദർ ജൂത്തേ മേ വിശേഷൺ ശബ്ദ കോൻസാ ഹേ? സുന്ദരമായ ചെരുപ്പ് എന്നതിലെ വിശേഷണ വാക്ക് ഏതാണ്? ഏതാണ് വിശേഷണ വാക്ക്? സുന്ദർ ജൂത്തേ, സുന്ദരമായ ചെരുപ്പ്. അതിൽ സുന്ദർ എന്ന് പറയുന്നതാണ് എന്ത്? വിശേഷണ വാക്ക്. ക്ലിയർ ആണല്ലോ? അത് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ 16ാമത്തെ ചോദ്യം. ബേബീനെ പോസ്റ്റ്മാൻ കെ ഹാത്ത് മേ ജൂത്തേ കാ ബണ്ടിൽ ധമാ ദിയ. ബേബി നമ്മുടെ പോസ്റ്റ്മാൻ എന്ത് ചെയ്തു കുട്ടികളെ? എന്ത് ചെയ്തു മക്കളെ? ബേബി നമ്മുടെ പോസ്റ്റ്മാൻ ആ സുന്ദരമായ ചെരുപ്പിൻ്റെ ആ പൊതി ഇങ്ങനെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഈസ് പ്രസംഗ് പർ ദോനോ കെ ബി സംഭാവിത് വാർത്താലാപ് ലിഖേ, അല്ലെങ്കിൽ ബാദ് ചീത് എന്ന് പറഞ്ഞാൽ വാർത്താലാപ് എന്ന് പറയുന്ന ഇതിന് പകരം വരുന്നതാണ് സംഭാഷണം. ആരൊക്കെ തമ്മിലാ? ബേബി അതുപോലെ പോസ്റ്റ്മാൻ. നമ്മുടെ ബേബിയും പോസ്റ്റ്മാനും തമ്മിലുള്ള സംഭാഷണമാണ്. സെറ്റല്ലേ? അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു ഏരിയയിലേക്ക് പോവാണ്. അകാൽമേ സാരസ് കവിത കാ യഹ് अंश पढ़े और 17 से 18 तक प्रश्न के उत्तर लिखे. ഈ അകാൽമേ സാരസ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അകാൽമേ സാരസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയാണ് അല്ലേ? അപ്പോൾ അകാൽമേ സാരസ് കവിത കാ യഹ് अंश पढ़े और प्रश्न के उत्तर लिखे. सारस को पता तक नहीं था के नीचे रहने लोग. സാരസ പക്ഷികൾക്കറിയില്ലായിരുന്നു താഴെ പക്ഷികൾ ആളുകളുണ്ടെന്ന്. ഉനേ കഹത്തെ ഹേ സാരസ്. ഇതെല്ലാം പാനി കോ ഗോസ്തേ, വെള്ളമന്വേഷിച്ച് ദൂരദേശത്തേക്ക് പോവുകയാണവർ, വെള്ളമന്വേഷിച്ച് ദൂരദേശത്ത് നിന്ന് വന്നതാണവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കവിതയുടെ ഭാഗം കൊടുത്തിട്ടെ ചോദ്യം എന്താ അറിയാം മക്കളെ? दूर दसावर से आए देवे यहाँ वे शब्द का प्रयोग किनके लिए किया है? ദൂരദേശത്ത് നിന്ന് വരികയാണവർ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ
ആരാണ് ദൂരദേശത്ത് നിന്ന് വരുന്നത്? ഇവിടെ വേ എന്ന് പറയുന്നത്, വേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അവർ എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ അവർ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് ആരെയാണ്? ആരെയാ? സാരസല്ലേ? ഡൗട്ടുണ്ടോ? സെറ്റല്ലേ? ഓക്കെ ആണോ? അല്ലേ? യെസ്, റൈറ്റ്. ദെൻ നമ്മുടെ അടുത്തൊരു ചോദ്യം, നിമ്നലിഖിത ആശയവാലി ദോ പങ്ക്തിയാം ചുൻകർ ലിഖേ. ഈ ഒരു ചോദ്യം നമുക്ക് ഒരു വളരെ, നമ്മളറിയില്ലേ, ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞിരുന്നു, കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റിയ കുറച്ച് ചോദ്യങ്ങളുണ്ട്. താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന 2 വരികൾ തിരഞ്ഞെടുത്തത്, എന്നിട്ട് നമുക്ക് താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ സെൻറ്റൻസ്. പാനിക്കോ കോശിക്കർ സാരസോം കോ ദൂർദേശോം സേ തക്ക് ജാനാഥ. വെള്ളം അന്വേഷിച്ച് സാരസ പക്ഷികൾ ദൂരദേശത്ത് നിന്ന് വന്നതാണ്. ജാന. അപ്പം നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ ആ ഭാഗത്തുണ്ടോ നോക്കുക. ഇവിടെ ഞാൻ കണ്ടുപിടിച്ചൊരു സാധനം പറയാം. ഗോജുകറും കണ്ടുപിടിച്ചു, ജാനാഥയും കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിലൊന്ന് നോക്കി. ജാനാഥ വന്നു, ഗോജുദേ വന്നു. അങ്ങനെയെങ്കിൽ ഒരു ഡൗട്ടുമില്ല, ഈ തന്നിരിക്കുന്ന 2 വരി, 2 ലൈൻസ്, ഇത് നേരെ എടുത്തിട്ടെ നമ്മുടെ ആ ഒരു ഉത്തര പേപ്പറിലാണ്ട് എഴുതി വെച്ചാൽ മതി മക്കളെ. സംഭവം സെറ്റാണ്. മാർക്ക് വീണു, 2 മാർക്ക് പോക്കറ്റിലായോ? ഓക്കെ അല്ലേ? യെസ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഒരു ഏരിയയിലോട്ട് പോവാണ്. സംസാർ പുസ്തക് ഹേ. നമ്മുടെ അടുത്തൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് സംസാർ പുസ്തക് ഹേ. ഇവിടെ ഇതുപോലെ ആ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 19ാമതായിട്ട് ചോദിച്ച ചോദ്യം നോക്കിയേ. ഭൂമി കാ സമാനാർത്ഥ ശബ്ദ ചുൻകർ ലിഖേ. ഇങ്ങനൊരു ചോദ്യം കൃത്യമായിട്ട് എക്സാമിനുണ്ടാവും. ഭൂമി എന്നതിൻ്റെ സമാനാർത്ഥമുള്ള വാക്ക് എഴുതാൻ. ഭൂമി ചാന്താണോ? ചാന്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ്, തെറ്റല്ലേ? സൂരജാണോ? സൂരജ് എന്ന് പറഞ്ഞാൽ സണ്ണ് എന്നല്ലേ, സൂര്യൻ എന്നല്ലേ? താര എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്നല്ലേ? അപ്പോൾ ഉത്തരം എന്താ? ഭൂമി കാ സമാനാർത്ഥ ശബ്ദ ഹേ ധർത്തി. എർത്ത്, ഭൂമി. അപ്പോൾ ഭൂമി എന്നതിന് സമാനാർത്ഥമുള്ള വാക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മക്കളെ നമ്മൾ എഴുതാ? ധർത്തി. നെക്സ്റ്റ്, ആത്മിയോം കെ പഹലെ ധർത്തി പർ കോൻ थे. മനുഷ്യർക്ക് മുമ്പ് ഈ ഭൂമിയിൽ ആരാണ് ഉണ്ടായിരുന്നത്? കോൻ എന്ന് പറഞ്ഞാൽ ആരെന്ന. മനുഷ്യർക്ക് മുമ്പ് ഈ ഭൂമിയിൽ ആരാണ് ഉണ്ടായിരുന്നത്? ആരാ ഉണ്ടായിരുന്നത്? പറയൂ. മനുഷ്യർക്ക് മുമ്പ് ഭൂമിയിൽ ജാൻവറായിരുന്നു അല്ലേ? മൃഗങ്ങളാ. മൃഗങ്ങൾക്ക് ശേഷം മനുഷ്യൻ വന്ന്. സെറ്റാണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പം നമ്മളിനി ഇങ്ങനെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, തൂഫാനോം കി ഓർ ഘുമാ ദോ നാവിക് കവിത. യെസ്, നെക്സ്റ്റ് വൺ, അടുത്തൊരു പ്രധാനപ്പെട്ട കവിത. തൂഫാനോം കി ഘുമാ ദോ നാവിക് എന്ന് പറയുന്ന കവിതയുടെ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. മിട്ടി കെ പുതലേ മാനവനെ കബീനമാനി ഹാർ തൂഫാനോം കി ഘുമാ ദോ നാവിക്. അതായത് മണ്ണിൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ, മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ്. കബീനമാനി ഹാർ, ഹാർ എന്ന് പറഞ്ഞാൽ പരാജയം എന്നാണ്. പരാജയം, ഫെയിലാവുക. ഒരിക്കലും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തൂഫാനും കി ഘുമാ ദോ നാവിക് നിജ് പദവാർ. അല്ലയോ തോണിക്കാര, നിങ്ങൾ എന്ത് ചെയ്യൂ? അല്ലയോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൊടുങ്കാറ്റിനെതിരെ തുഴയുന്ന തോണിക്കാര, നിന്റെ പങ്കായം എന്നാ പറഞ്ഞു. എന്നിട്ട് 21ാമത്തെ ചോദ്യം എന്താണെന്നറിയോ? കബി ഹാർ നെഹി മാനവ് കോൻ. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. കബി, ഒരിക്കലും. ഹാർ നെഹി മാൻത, പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ആര്? മാനവ് അല്ലേ? മനുഷ്യനൊരിക്കലും പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ആ ഒരു ചോദ്യം മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ നമ്മളങ്ങനെ ഓരോ ചാപ്റ്ററുകൾ ഇറങ്ങി നമ്മളിങ്ങനെ അടുത്തയിലേക്ക് പോവാണ്. ഏകദേശം നമ്മൾ എന്തായി? നമ്മൾ 21 ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഈ 21 ചോദ്യത്തിനകത്തും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മൾ ഇനി പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട
ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഉൾപ്പെടാത്ത 2 ചാപ്റ്റർ ഉണ്ട്. ഒന്ന് മേരി മമതാമയി മാം, മേരി മമതാമയി മാം, മേരി മമതാമയി മാം. അതുപോലെ രാഗ് ഗോരി, രാഗ് ഗോരി, രാഗ് ഗോരി. ഈ 2 ചാപ്റ്ററും നിങ്ങൾ പഠിക്കണം. ഈ 2 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സാമിന് ഒരു വാർത്താലാപ് ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് മേരി മമതാമയി മാമിൽ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമും കലാം ഔർ മാം ഉസ്കി മാം, കലാമും അവൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മയും തമ്മിലുള്ള സംഭാഷണം. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ നമ്മുടെ കൃഷ്ണനും ഓർ യശോദ, കൃഷ്ണനും കൃഷ്ണൻ്റെ അമ്മയായിട്ടുള്ള യശോദയും തമ്മിലുള്ള സംഭാഷണം. ഇത് ബാധ ചെയ്ത് എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ രാഘുഗോരിയിൽ ഇതിൻ്റെ ആശയം ചോദിക്കാം. അതുപോലെ മേരി മമതാമയി മാമെന്നും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ നമ്മുടെ ഹിന്ദി എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ, എങ്ങനെയാണ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയൊക്കെ നമ്മളത് തയ്യാറാവണം, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു അറിവൊക്കെ വെച്ചുകൊണ്ട് ഗംഭീരമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള സമയം പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ ഒരു ചാപ്റ്ററും ഒഴിച്ചു വിടരുത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു കോൺവെർസേഷൻ വന്നാൽ എന്ത് ചെയ്യണം, ഒരു ഡയറി വന്നാൽ എന്ത് ചെയ്യണം, ഒരു ലെറ്റർ വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പഠിക്കഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ആശയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് പിന്നീട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.